തദ്ദേശ സ്വയംഭരണ പരിഷ്കരണ കമ്മീഷനായി ഡോക്ടർ ബി അശോകിനെ നിയമിച്ചതിൽ സംസ്ഥാന സർക്കാരിന് തിരിച്ചടി. നിയമനം കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ റദ്ദാക്കി. ബി അശോകിന്റെ സമ്മതമില്ലാതെയുള്ള നിയമനം നിയമവിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. ഇക്കഴിഞ്ഞ ജനുവരി 9 ഡോക്ടർ ബി അശോകിനെ തദ്ദേശ സ്വയംഭരണ പരിഷ്കരണ കമ്മീഷനായി നിയമിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവാണ് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ എറണാകുളം ബെഞ്ച് റദ്ദാക്കിയത്. കൃഷിവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ ബി അശോകിനെ തദ്ദേശ ഭരണ പരിഷ്കരണ കമ്മീഷനായി സർക്കാർ നിയമിക്കുകയായിരുന്നു. ചട്ടവിരുദ്ധമായാണ് ഡെപ്യൂട്ടേഷനിൽ തന്നെ മറ്റൊരു പോസ്റ്റിൽ നിയമിച്ചതെന്ന ബി അശോകിന്റെ വാദം അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അംഗീകരിച്ചു. കേഡർ പോസ്റ്റിൽ നിന്നും ഡെപ്യൂട്ടേഷനിൽ മറ്റൊരു പോസ്റ്റിലേക്ക് മാറ്റുമ്പോൾ ഉദ്യോഗസ്ഥന്റെ അനുമതി വാങ്ങണമെന്ന വ്യവസ്ഥ പാലിച്ചിട്ടില്ലെന്നും ബി അശോക് ചൂണ്ടിക്കാട്ടിയിരുന്നു. തന്റേത് നിർബന്ധിത ഡെപ്യൂട്ടേഷനാണ്. സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിന്റെ അജണ്ടയിൽ പോലും ഉൾപ്പെടുത്താതെയാണ് പൊടുന്നനെ തന്നെ തദ്ദേശ വകുപ്പിൽ കമ്മീഷനായി നിയമിച്ചത്. പ്രിൻസിപ്പൽ സെക്രട്ടറി തസ്തികയ്ക്ക് സമാനമല്ല ഈ തസ്തിക. കമ്മീഷൻ ഔദ്യോഗികമായി രൂപീകരിച്ചിട്ടില്ലെന്നും സ്റ്റാഫ് ഘടന നിശ്ചയിച്ചിട്ടില്ലെന്നും അശോക് വ്യക്തമാക്കിയിരുന്നു. ഇക്കാര്യങ്ങൾ അംഗീകരിച്ചാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ഉത്തരവ്. നേരത്തെ ഹർജി പരിഗണിക്കവേ കൃഷിവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായും കാർഷികോൽപാദന കമ്മീഷണറായും തുടരാൻ ട്രൈബ്യൂണൽ ഇടക്കാല ഉത്തരവിലൂടെ ഡോക്ടർ ബി അശോകിന് അനുമതി നൽകിയിരുന്നു. ജനം, കൊച്ചി.